ഇന്ത്യൻ വിപണിയിൽ പുതിയ കോമ്പാക്ട് സെഡാനെ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ്. ഗോഷക് എന്ന കോഡ് നാമത്തിലാണ് വാഹനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇന്ത്യൻ വിപണിയിലെത്തുമ്പോൾ മാരുതി സുസുക്കി ഡിസയർ, ഹോണ്ട അമേസ് എന്നിവരാകും വാഹനത്തിന്റെ എതിരാളികൾ. റാപ്റ്റർ കുടുംബത്തിൽ നിന്നുള്ള ഗോഷോക്ക് എന്ന പക്ഷിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വാഹനത്തിന് ഈ പേര് നൽകിയിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ടാറ്റയുടെ പ്രീമിയം ഹാഷ്ബാക്ക് മോഡലായ ആൾട്രോസിന് എത്തുന്ന അതേ ആൽഫ പ്ലാറ്റ്ഫോമിലാണ് പുതിയ വാഹനവും ഒരുങ്ങുന്നത്. രൂപകൽപ്പനയുടെ കാര്യത്തിൽ ടാറ്റയുടെ ഏറ്റവും പുതിയ ഡിസൈൻ ശൈലിയാണ് വാഹനത്തിനും നൽകുക. ആൾട്രോസിൽ കണ്ടിരിക്കുന്ന 1.2 ലിറ്റർ എഞ്ചിനായിരിക്കും വാഹനത്തിലും ഇടം പിടിക്കുക. ഈ എഞ്ചിൻ 85 bhp കരുത്തും 113 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. മാനുവൽ ഓട്ടോമാറ്റിക് ആയിരിക്കും ഗിയർ ബോക്സ്. അതേസമയം ഹോൺബിൽ, സിയറ EV കൺസെപ്റ്റ്, ആൾട്രോസ് എന്നിവയിൽ നിന്നും ഘടകങ്ങൾ കടമെടുക്കും. ടാറ്റ മോട്ടോഴ്സിൽ നിന്നുള്ള ഈ സബ് 4 മീറ്റർ കോമ്പാക്ട് സെഡാനെ കുറിച്ച് നിലവിൽ ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭ്യമല്ല. പുതിയ മോഡൽ പുതുതലമുറ ടിഗോർ ആണോ അതോ മൊത്തത്തിൽ പുതിയ മോഡലാണോ എന്നതിനൊരു സ്ഥിരീകരണവുമില്ല. എന്നിരുന്നാലും ടിഗോർ സെഡാനു പകരമുള്ള ഒരു പുതിയ മോഡലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നിലവിൽ ഈ മോഡൽ ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ്. 2021 അവസാനത്തോടെ അല്ലെങ്കിൽ 2022 തുടക്കത്തിൽ മാത്രമേ വാഹന വിപണിയിൽ എത്തുകയുള്ളൂ. പെട്രോൾ എഞ്ചിനിലാകും വാഹന വിപണിയിൽ എത്തുക. നിരവധി മോഡലുകളാണ് ഉടൻ തന്നെ ടാറ്റ നിരയിൽ നിന്നും വിപണിയിൽ എത്താൻ ഒരുങ്ങുന്നത്. ഇതിൽ വിപണിയേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഡലാണ് ഗ്രാവിറ്റാസ്. ഈ വർഷം തന്നെ വാഹനം ഇന്ത്യൻ വിപണിയിലെത്തും. വില പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഏകദേശം 15 ലക്ഷം രൂപ മുതൽ 22 ലക്ഷം രൂപ വരെ വാഹനത്തിന് വില പ്രതീക്ഷിക്കാം. വിപണിയിലെത്തിയാൽ മഹീന്ദ്ര XV500, വരാനിരിക്കുന്ന MG ഹെക്ടർ പ്ലസ്, ഹ്യുണ്ടായി ക്രേറ്റയുടെ 7 സീറ്റർ പതിപ്പ് എന്നിവരാകും എതിരാളികൾ. 5 സീറ്റർ SUV ആയ ഹാരിയറിന്റെ വിപുലീകൃത പതിപ്പാണ് പുതിയ 6 സീറ്റർ ഗ്രാവിറ്റാസ്. നിലവിലുള്ള 5 സീറ്റർ മോഡലുകളുടെ അതേ ഒമേഗ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് പുതിയ പതിപ്പിന്റെ നിർമ്മാണം.